സ്വാതന്ത്ര്യ സമരത്തിന് പ്രധാന പങ്കുവഹിച്ച കോയമ്പത്തൂർ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം വ്യവസായത്തിലൂടെ വികസനത്തിലൂടെ ഒരുപാട് വളർന്നു. ഇന്ത്യയിലെ മലിനീകരണ വിമുക്ത നഗരങ്ങളിൽ ഒന്നായ കോയമ്പത്തൂർ തമിഴ്നാടിന്റെ മൂന്നാമത്തെ വലിയ നഗരം കൂടിയാണ്. 30,000-ഓളം ചെറുതും വലുതുമായ വ്യവസായശാലകൾ ഇന്ന് കോയമ്പത്തൂരിൽ ഉണ്ട്. എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമാണ് ഇവിടുത്തെ പ്രധാന വ്യവസായം. ഓട്ടോമോട്ടീവ് കമ്പോണന്റ് രംഗത്തും ഫൗണ്ടറി പോൾട്രി രംഗത്തും സ്റ്റീൽ ആൻഡ് പൈപ്പ് ഇൻഡസ്ട്രി രംഗത്തും വെറ്റ് ഗ്രൈൻഡർ നിർമ്മാണ രംഗത്തും മോട്ടോർ പമ്പ് നിർമ്മാണ രംഗത്തും ഉന്നതമായ സ്ഥാനമാണ് കോയമ്പത്തൂരിനുള്ളത്. ഗോൾഡ് ജുവലറി നിർമ്മാണ രംഗത്ത് ഇന്ത്യയുടെ പ്രധാന കേന്ദ്രം കൂടിയാണ് കോയമ്പത്തൂർ. ഏകദേശം 3000 ജുവലറി നിർമ്മാണ കമ്പനികൾ കോയമ്പത്തൂരിലുണ്ട്. ഡയമണ്ട് കട്ടിംഗ് രംഗത്ത് സൗത്ത് ഇന്ത്യയിലെ പ്രധാന കേന്ദ്രം കൂടിയാണ് കോയമ്പത്തൂർ. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് ഒരു ജോലി അന്വേഷിച്ച് മറുനാട്ടിലേക്കെത്തുന്ന മലയാളികൾ അവരുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൊണ്ട് അവർ നേടിയെടുത്ത വിജയം, അവർ സഞ്ചരിച്ച നന്മയുടെ കഥകൾ ഇവിടെ ഇന്ന് ഈ സ്വപ്നങ്ങളുടെ യാത്രയിൽ നന്മകളിലൂടെ സത്യസന്ധതയിലൂടെ വിജയം കൈവരിച്ച് പ്രശസ്തനായ ഹാജി KB അവറുമാൻ കുട്ടിയുടെ ജീവിതകഥ ഇവിടെ തുടങ്ങുന്നു. തൃശൂർ ജില്ലയിലെ കൂനംമൂച്ചി എന്ന സ്ഥലത്ത് പെലക്കാട്ടു പയ്യൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ K ബാപ്പു സാഹിബിന്റെയും ഫാത്തിമയുടെയും 5ാമത്തെ പുത്രനായി ജന്മം. ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിന്റെയും ബാല്യകാലം. ആരെയും അസൂയപ്പെടുത്തുന്ന ഉയരത്തിൽ നിൽക്കുമ്പോഴും പിന്നിട്ട കഷ്ടപ്പാടിന്റെയും കണ്ണീരിന്റെയും വഴികൾ അവറുമാൻ കുട്ടി സാഹിബ് മറക്കുന്നില്ല. പാവപ്പെട്ടവർക്കും അവശത അനുഭവിക്കുന്നവർക്കും ജാതിമത ഭേദമന്യേ തന്നാലാവുന്ന സഹായം ചെയ്യാൻ അദ്ദേഹം മനസ്സ് കാണിക്കുന്നു. ആ നല്ല മനസ്സാണ് അവറുമാൻ കുട്ടി സാഹിബിനെ മറ്റു പല വ്യവസായ പ്രമുഖരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. മാതാപിതാക്കളും ഗുരുക്കന്മാരും ചൊല്ലിക്കൊടുക്കുന്ന നല്ല വാക്കുകൾ ഉൾക്കൊള്ളുവാനുള്ള മനസ്സും വിനയവും അനുസരണാശീലവും ബാല്യകാലത്ത് തന്നെ അവറുമാൻ കുട്ടിക്ക് ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പകാലത്ത് തന്നെ കുടുംബത്തിന്റെ ഭാരിച്ച ഉത്തരവാദിത്തം അവറുമാൻ കുട്ടിയുടെ ചുമലിലായി. മരമറക്കുന്ന ജോലിക്ക് വേണ്ടിയാണ് ആദ്യമായി കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. തന്റെ ജ്യേഷ്ഠനായ KB അബ്ദുൾ റഹ്മാൻ നടത്തുന്ന സ്ഥാപനത്തിൽ പഴയ കുപ്പിയും ഇരുമ്പും ടയറും വാങ്ങുന്ന കടയിൽ ഒരു സഹായിയായി ജോലി ചെയ്തു. അതിനുശേഷം ഏകദേശം 10 കൊല്ലം കഴിഞ്ഞ് ജ്യേഷ്ഠൻ KB അബ്ദുൾ റഹ്മാൻ സാഹിബ് അവറുമാൻ കുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുത്തു. തൃശൂർ ജില്ലയിലെ കേച്ചേരിയിലെ പ്രശസ്ത കുടുംബമായ അമ്പലത്ത് ഹൗസ് AV ഏനു ഹാജിയുടെയും ബീവിയുടെയും മകളായ ബദറുനിസ ആയിരുന്നു വധു. അതോടുകൂടി സ്വന്തമായി ഒരു ടയർ കടയും തുടങ്ങുവാനുള്ള സഹായവും ജ്യേഷ്ഠൻ ചെയ്തു കൊടുത്തു. ജ്യേഷ്ഠൻ നൽകിയ ആ കടയിൽ കുറച്ചുകാലം ബിസിനസ് നടത്തിയതിനു ശേഷം അവറുമാൻ കുട്ടി ഒരു പാർട്ണറുമായി ചേർന്ന് സൗത്ത് ഇന്ത്യൻ അയൺ ട്രേഡേഴ്സ് എന്ന ഇരുമ്പ് കമ്പനി ആരംഭിച്ചു. അതിൽ നിന്നും വ്യവസായ പുരോഗതി പ്രാപിച്ചതിനു ശേഷം 4 പാർട്ണർമാർ ചേർന്ന് ഒരു കപ്പൽ വാങ്ങി ഈ സ്ഥാപനത്തിന് ന്യൂ ഇന്ത്യൻ ആൻഡ് ട്രേഡേഴ്സ് എന്ന് പേരിട്ടു. പൊളിച്ചു വിൽക്കുവാൻ വേണ്ടിയാണ് കപ്പൽ വാങ്ങിയത്. പൊളിച്ചു വിറ്റതിനു ശേഷം കമ്പനി പിരിച്ചുവിടുകയും ചെയ്തു. അതിനുശേഷം KB അവറുമാൻ കുട്ടി ഹാജിയും ഒരു പാർട്ണറും കൂടി ചേർന്ന് കോയമ്പത്തൂരിൽ സിറ്റി ടവർ എന്ന ഹോട്ടൽ ആരംഭിച്ചു. വ്യവസായത്തിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് ഹാജി KB അവറുമാൻ കുട്ടി നടന്നു കയറുകയായിരുന്നു. കോയമ്പത്തൂരിൽ പ്രധാന വ്യവസായിയായി KB അവറുമാൻ കുട്ടി മാറിയപ്പോഴും ജന്മനാടിനെ അദ്ദേഹം മറന്നില്ല. സിറ്റി പാലസ്, സിറ്റി മഹൽ, സിറ്റി സെന്റർ, കാരങ്ങേൽ ഓഡിറ്റോറിയം എന്നീ സ്ഥാപനങ്ങൾ സ്വന്തം നാട്ടിലും അദ്ദേഹം ആരംഭിച്ചു. അവറുമാൻ കുട്ടിയുടെ ഏറ്റവും വലിയ വിജയം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ മറുപടി കുടുംബത്തിന്റെ ഐക്യം എന്നായിരിക്കും. അവറുമാൻ കുട്ടി സാഹിബ് ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി AA ബദറുനിസയുടെ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ട്. മക്കളും അവരുടെ കുടുംബവും 11 പേരക്കുട്ടികളും എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ അവറുമാൻ കുട്ടി സന്തോഷത്തിലാണ്. എല്ലാ വിജയത്തിന്റെയും കാരണം സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമെന്ന് ഹാജി KB അവറുമാൻ കുട്ടി സാഹിബ് വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് അവറുമാൻ കുട്ടി സാഹിബിന്റെ എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം.